മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം പാണക്കാട് ചേരുന്നുണ്ട്. മന്ത്രിമാർ പാർട്ടി അവഗണിക്കുന്നുവെന്ന യുവജന വിഭാഗങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം. സാധികലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് യോഗം. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ശാന്തകുമാർ, ചായ സൽക്കാരം എന്ന പേരിലാണ് യോഗം എങ്കിലും ഈ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് മന്ത്രിമാർ അകലുന്നുണ്ടോ എന്നൊരു സംശയം മുസ്ലിം ലീഗിനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചർച്ചകൾ ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ചായ സൽക്കാരത്തിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു യോഗവും ചേരുന്നു എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം ലീഗിലെ മന്ത്രിമാർ എല്ലാവരും ഒരുമിച്ച് പാണക്കാട് എത്തുന്നതും ഇത് ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം ഇത് ആദ്യമായാണ്. അത്തരത്തിൽ പാണക്കാട് വെച്ചൊരു യോഗം ചേരുന്നതും ആദ്യമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 മാസത്തിനിടെ മുസ്ലിം ലീഗിനകത്ത് തന്നെ ഉയർന്നു വന്ന പല വിമർശനങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാർട്ടിയെ അവഗണിക്കുന്നു മന്ത്രിമാർ എന്നുള്ള ഒരു തോന്നൽ അണികൾക്കും അതുപോലെ പാർട്ടി പ്രവർത്തകർക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പലയിടങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഏറ്റവും പ്രധാനമായും അത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഭാഗത്തുനിന്ന് തന്നെ അത് ഉണ്ടായതാണ്. അവരുടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിൽ ഒരു പ്രമേയം തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. അത് ഏറെ ചർച്ചയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു അടിയന്തരമായി ഒരു യോഗം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ തന്നെ ഇന്ന് ചേർന്നിരിക്കുന്നത്. 5 മന്ത്രിമാരും ഇപ്പോൾ പാണക്കാട് എത്തിയിട്ടുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, PM.A. സലാം ഉൾപ്പെടെയുള്ള വളരെ നേരത്തെ എത്തിയിരുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ P.K. ബഷീറും അതുപോലെ തന്നെ അബ്ദുൽ ഗഫൂറും എല്ലാം നേരത്തെ അല്പം മുമ്പാണ് എത്തിയത്. എന്തായാലും യോഗം തുടങ്ങിക്കഴിഞ്ഞു. ഒരു മണിക്കൂറോളം തന്നെയാണ് യോഗം ഉണ്ടാവുമെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. യോഗമാണെങ്കിലും ചായ സൽക്കാരം എന്ന് പേരിട്ടത് കൊണ്ട് ആ കൗതുകത്തിന് ചോദിക്കണം, ഈ മെനു എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ചെയ്തു. ചായ സൽക്കാരമുണ്ട്. ചായ സൽക്കാരത്തിന് വേണ്ടി ഒരു കാറ്ററിംഗ് സംവിധാനം ഒരു യൂണിറ്റിനെ തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ വീടിന്റെ മുകളിൽ തന്നെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുമുണ്ട്. ചായ സൽക്കാരം ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഒപ്പം തന്നെ മന്ത്രിമാരുടെ യോഗം കൂടി ചേരുന്നു. അത് ഗൗരവമേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ ഗൗരവമേറിയ കാര്യങ്ങൾക്കൊപ്പം തന്നെ കടുപ്പമുള്ള ചായയും ഉണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, ശരി ശാന്തകുമാർ.